ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ, കാർക്കിനോസ്, വിശ്വനാഥ് ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ എന്നിവയുമായി ചേർന്ന് സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനൂസി ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുസമ്മേളനവും യോഗാ പ്രകടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തിരികെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചവരാണ് നമ്മൾ. ആരോഗ്യരംഗത്ത് പിടിച്ചു നിന്നവരാണ് കോവിഡ് അടക്കമുള്ള മഹാമാരികളിൽ നമ്മുടെ ജനത എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതി. അപ്പോൾ രോഗത്തിൻ്റെ തീവ്രത കൂടുന്ന ഒരു പശ്ചാത്തലത്തിൽ യോഗയുടെ സ്ഥിതി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുന്നതാണ്. യോഗയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ പ്രീത എച്ച് ക്ലാസ് നയിച്ചു. പ്രസന്നമായ മനസ്സ്, നമ്മുടെ മുഖം നല്ല പ്രസന്നമായിരുന്നു. നമുക്ക് യാതൊരു ടെൻഷനും നമ്മുടെ മുഖത്ത് കാണാൻ പാടില്ല. അതുപോലെ നമുക്ക് നമ്മളൊരു പ്രസന്നതയോട് പ്രസന്ന ആത്മാവ് ഇന്ദ്രിയം മനസ്സല്ല, അങ്ങനെയുള്ള ഒരാളാണ് സ്വസ്ഥൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്കാണ് നമുക്ക് ശാരീരികമായും മാനസികമായും സാമൂഹികമായും ആധ്യാത്മികമായ തലത്തിലും അയാൾ സ്വസ്ഥനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സമൂഹത്തിന് തന്നെ ഒരുപാട് ഗുണം നൽകാനും അവരവരുടെ തന്നെ ജീവിതത്തിൽ നല്ല ഉന്നതി വരാനും അതുപോലെ സ്വസ്ഥമായ ജീവിതം നയിക്കാനും അയാൾക്ക് കഴിയും. വാർദ്ധക്യത്തിൽ ശ്രദ്ധിക്കേണ്ട രോഗാവസ്ഥകൾ എന്ന വിഷയത്തിൽ ഭരണിക്കാവ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ സ്മിത എം നായർ ക്ലാസ് എടുത്തു. ആയുർവേദ വിഭാഗം യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ വി ജി വിജയൻ, ഹോമിയോ വിഭാഗം യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അഖില എന്നിവരുടെ നേതൃത്വത്തിൽ യോഗ പ്രകടനവും നടന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുഷ്പമ്മ ബോസ് മാത്യു അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഹാഷിർ, ജനപ്രതിനിധികളായ ബിനി വിശംഭരൻ, ശ്രീലേഖ, ഷിബു അച്യുതൻ, പ്രീതി ഗോപൻ, കുഞ്ഞുമോൾ റജി, ഗിരിജ, അജിത ശശിധരൻ നായർ, മിത്ര കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനോജ് കുമാർ സ്വാഗതവും സെക്രട്ടറി കെ ജി ഹരികുമാർ കൃതജ്ഞതയും പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.